1990-കൾ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം തന്നെയാണെന്ന് പറയാം. നിങ്ങൾ 1990-കളിൽ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. 90s കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഓരോ വർഷത്തെയും സിനിമകളിലെ അതാത് വർഷം ഇറങ്ങിയിട്ടുള്ള ഇയർ ടോപ്പറായി മാറിയ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 1990 മുതൽ 99 വരെയുള്ള വർഷങ്ങളിൽ എല്ലാ വർഷവും ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിട്ടുള്ള സിനിമകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 1990-ലെ ഇയർ ടോപ്പർ സിനിമ ഏതാണെന്നുള്ളതാണ്. 1990-ൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ പിറന്ന വർഷമായിരുന്നു. ഇൻ ഹരിഹർ നഗർ, എ ഓട്ടോ, ഇന്ദ്രജാലം, തലേണ മന്ത്രം, കോട്ടയം കുഞ്ഞച്ചൻ, തൂവൽ സ്പർശം, ചെറിയ ലോകവും വലിയ മനുഷ്യരും, ലാൽ സലാം, സസ്നേഹം, കളിക്കളം, കാട്ടുകുതിര, താഴ്വാരം തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ഈ ഒരു വർഷം തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ 1990-ലെ ഏറ്റവും വലിയ വിജയമായി മാറിയത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയായിരുന്നു. AK ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ മോഹൻലാൽ ആയിരുന്നു നായകനായി എത്തിയത്. ആ വർഷത്തെ ഇയർ ടോപ്പറായി മാറിയത് ഈ ചിത്രമായിരുന്നു. സിനിമയിൽ മോഹൻലാലിനെ കൂടാതെ നെടുമുടി വേണു, ഗൗതമി, ശ്രീനിവാസൻ, തിക്കുറിശി സുകുമാരൻ നായർ, മമ്മൂക്കോയ തുടങ്ങിയ നീണ്ട താരനിര അണിനിരന്നു. ഈ ഒരു സിനിമ നിർമ്മിച്ചത് മോഹൻലാൽ ആയിരുന്നു. പ്രണവം ആർട്സിന്റെ ബാനറിൽ മോഹൻലാൽ തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചത്. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി നോക്കുന്നത് 1991-ൽ ഏറ്റവും വലിയ വിജയമായി മാറി ആ വർഷത്തെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ മലയാള സിനിമ ഏതാണെന്നാണ്. 1991-ൽ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ പിറന്ന വർഷമായിരുന്നു. വിഷ്ണുലോകം, അഭിമന്യു, ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി, സന്ദേശം, ഉള്ളടക്കം, മിമിക്സ് പരേഡ്, അമരം, മൂക്കില്ല രാജ്യത്ത്, കടിഞ്ഞൂൽ കല്യാണം, എൻ്റെ സൂര്യപുത്രിക്ക്, ഭരതം, ഗോഡ്ഫാദർ, കിലുക്കം, ഞാൻ ഗന്ധർവൻ, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ പിറന്ന വർഷമായിരുന്നു 1991. എന്നാൽ 1991-ലെ ഏറ്റവും വലിയ വിജയം നേടി ആ വർഷത്തെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയത് കിലുക്കമായിരുന്നു. വേണു നാഗവള്ളിയുടെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകവേഷത്തിലെത്തിയത്. കൂടാതെ ജഗദീഷ് ശ്രീകുമാർ, രേവതി, തിലകൻ, ഇന്നസെന്റ് തുടങ്ങിയ നീണ്ട താരനിരയും ചിത്രത്തിൽ അണിനിരന്നു. അന്നത്തെ കാലത്ത് 60 ലക്ഷം രൂപ മുടക്കുമുതൽ വന്ന കിലുക്കം 5 കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടി 1991-ലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറി. 5 കോടി രൂപ കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള സിനിമ കൂടിയാണ് കിലുക്കം. എന്നാൽ അതേ വർഷം ഇറങ്ങിയ ഗോഡ്ഫാദർ എന്ന ചിത്രവും വൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്ന ചിത്രമായി ഗോഡ്ഫാദർ മാറി. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി നോക്കുന്നത് 1992-ലെ മലയാളത്തിലെ ഇയർ ടോപ്പർ ഹിറ്റായ മൂവി ഏതാണെന്നുള്ളതാണ്. 1992 എന്ന വർഷത്തിൽ നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചിത്രങ്ങൾ പിറന്ന വർഷമായിരുന്നു. വിയറ്റ്നാം കോളനി, പപ്പയുടെ സ്വന്തം അപ്പൂസ്, അദ്വൈതം, അയലത്തെ അദ്ദേഹം, സർഗം, നാടോടി, കമലദളം, കൗരവർ, സൂര്യമാനസം, യോദ്ധ, ചമ്പക്കുളം തച്ചൻ, സതയം, ജോണി വാക്കർ, മൈഡിയർ കുട്ടിച്ചാത്തൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ആ വർഷം എത്തിയത്. ഈ വർഷം നിരവധി സിനിമകൾ ഇറങ്ങിയതിൽ നിന്ന് ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറി ഇയർ ടോപ്പർ ഹിറ്റായി മാറിയത് മമ്മൂട്ടി നായകനായ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രമായിരുന്നു. ഫാസിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസിൽ മമ്മൂട്ടിയെ കൂടാതെ ശോഭന, സുരേഷ് ഗോപി, മാസ്റ്റർ ബാദുഷ, സീന ഡാഡി തുടങ്ങിയ നീണ്ട താരനിര അണിനിരന്നു. 1992 സെപ്റ്റംബർ 4-നായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തിയത്. പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞാൽ ആ വർഷത്തെ ഒരു വൻ വിജയമായിരുന്നു മോഹൻലാൽ നായകനായെത്തിയ വിയറ്റ്നാം കോളനി എന്ന ചിത്രം. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി നോക്കുന്നത് 1993-ലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ മലയാള ചലച്ചിത്രം ഏതാണെന്നുള്ളതാണ്. 1993-ൽ നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചിത്രങ്ങൾ പിറന്ന വർഷമായിരുന്നു. മണിച്ചിത്രത്താഴ്, ആകാശദൂത്, ദേവാസുരം, ഏകലവ്യൻ, വെങ്കലം, ധ്രുവം, ബട്ടർഫ്ലൈസ്, വാത്സല്യം, ചെങ്കോൽ, ഗാന്ധർവം, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ചമയം, മിഥുനം, കളിപ്പാട്ടം, മേലേപ്പറമ്പിൽ ആൺവീട് തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ആ വർഷം ഇറങ്ങിയത്. എന്നാൽ ആ വർഷത്തെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയത് മണിച്ചിത്രത്താഴായിരുന്നു. മധു മുട്ടത്തിന്റെ തിരക്കഥയിൽ ഫാസിലായിരുന്നു മണിച്ചിത്രത്താഴിന്റെ സംവിധാനം നിർവഹിച്ചത്. സ്വർഗചിത്ര ഫിലിംസിന്റെ ബാനറിൽ അപ്പച്ചൻ നിർമ്മിച്ച മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ, ശോഭന, സുരേഷ് ഗോപി, നെടുമുടി വേണു, തിലകൻ, ഇന്നസെന്റ്, KPSC ലളിത, കുതിരവട്ടം പപ്പു തുടങ്ങിയ നീണ്ട താരനിരയും അണിനിരന്നു. വൻ വിജയം സ്വന്തമാക്കിയ മണിച്ചിത്രത്താഴ് 1993-ലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറി. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി നോക്കുന്നത് 1994-ലെ മലയാളത്തിലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ മൂവി ഏതാണെന്നുള്ളതാണ്. നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചിത്രങ്ങൾ പിറന്ന വർഷമായിരുന്നു 1994.
തേന്മാവിൻ കൊമ്പത്ത്, കമ്മീഷണർ, കാബൂളിവാല, മാനത്തെ കൊട്ടാരം, വിധേയൻ, CID ഉണ്ണികൃഷ്ണൻ, BA B.Ed, മിന്നാരം, കാശ്മീരം, വധു ഡോക്ടറാണ്, പിൻഗാമി, സുഹൃതം, പവിത്രം തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ഈ ഒരു വർഷം മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ 1994 ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ ചിത്രം തേന്മാവിൻ കൊമ്പത്തായിരുന്നു. പ്രിയദർശൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച തേന്മാവിൻ കൊമ്പത്ത് മോഹൻലാൽ ആയിരുന്നു നായകനായി എത്തിയത്. മോഹൻലാലിനെ കൂടാതെ ശ്രീനിവാസൻ, ശോഭന, കുതിരവട്ടം പപ്പു, നെടുമുടി വേണു, KPSC ലളിത, ശങ്കരാടി, കവിയൂർ പൊന്നമ്മ, സുകുമാരി, നന്ദു തുടങ്ങിയ നീണ്ട താരനിര അണിനിരുന്ന തേന്മാവിൻ കൊമ്പത്ത് 1994 ഏറ്റവും വലിയ വിജയമായി മാറി. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തായി നോക്കുന്നത് 1995 മലയാളത്തിലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ മൂവി ഏതാണെന്നുള്ളതാണ്. നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചിത്രങ്ങൾ പിറന്ന വർഷമായിരുന്നു 1995. ദി കിങ്, മാന്ത്രികം, സ്ഫടികം, അനിയൻ ബാവ ചേട്ടൻ ബാവ, മാന്നാർ മത്തായി സ്പീക്കിംഗ്, ആദ്യത്തെ കൺമണി, മഴയെത്തും മുൻപേ, ഹൈവേ, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി, ചന്ത, പ്രായിക്കര പാപ്പാൻ, ശിപായി ലഹള തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ഈ ഒരു വർഷം തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറിയത് ദി കിങ് എന്ന മമ്മൂട്ടി നായകനായ ചിത്രമായിരുന്നു. രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച ദി കിങ്ങിൽ മമ്മൂട്ടി, മുരളി, സുരേഷ് ഗോപി, ദേവൻ, വാണി വിശ്വനാഥ്, ശങ്കരാടി, വിജയരാഘവൻ, KB ഗണേഷ് കുമാർ, കുതിരവട്ടം പപ്പു, MG സോമൻ, രാജംബി ദേവ്, കൊല്ലം തുളസി തുടങ്ങിയ നീണ്ട താരനിര അണിനിരന്നു. 1995 ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ മലയാളം മൂവിയും ദി കിങ് ആയിരുന്നു. ദി കിങ് കൂടാതെ ആ വർഷത്തെ ഒരു വൻ വിജയമായിരുന്നു മോഹൻലാൽ നായകനായെത്തിയ സ്ഫടികം. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തായി നോക്കുന്നത് 1996 മലയാളത്തിലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ മൂവി ഏതാണെന്നുള്ളതാണ്. നിരവധി സൂപ്പർ ഹിറ്റ് മലയാള സിനിമകൾ പിറന്ന വർഷമായിരുന്നു 1996. ഹിറ്റ്ലർ, കാലാപാനി, സല്ലാപം, തൂവൽ കൊട്ടാരം, ദേശാടനം, ഈ പുഴയും കടന്ന്, കളിവീട്, ദില്ലിവാല രാജകുമാരൻ, അഴകിയ രാവണൻ, യുവതുർക്കി, ദി പ്രിൻസ്, ഇന്ദ്രപ്രസ്ഥം, മഹാത്മാ തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു 1996 മലയാളത്തിൽ നിന്ന് റിലീസിനെത്തിയത്. എന്നാൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറിയത് ഹിറ്റ്ലർ ആയിരുന്നു. സിദ്ദിഖ് രചനയും സംവിധാനവും നിർവഹിച്ച ഹിറ്റ്ലറിൽ മമ്മൂട്ടിയായിരുന്നു നായകനായി എത്തിയത്. 1996 ഏപ്രിൽ 14 റിലീസ് ചെയ്ത ഹിറ്റ്ലറിൽ മമ്മൂട്ടിയെ കൂടാതെ മുകേഷ്, ശോഭന, വാണി വിശ്വനാഥ്, ചിപ്പി, ജഗദീഷ്, സായ് കുമാർ, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, MG സോമൻ, ശ്രീരാമൻ, ഇടവേള ബാബു, സൈനുദ്ദീൻ തുടങ്ങിയ നീണ്ട താരനിരയാണ് അണിനിരുന്നത്. ഈ ഒരു ചിത്രം ആ വർഷത്തെ ഇയർ ടോപ്പർ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി നോക്കുന്നത് 1997 മലയാളത്തിലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ മൂവി ഏതാണെന്നുള്ളതാണ്. നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾ പിറന്ന വർഷമായിരുന്നു 1997. ആറാം തമ്പുരാൻ, ചന്ദ്രലേഖ, അനിയത്തിപ്രാവ്, ലേലം, വർണ്ണപ്പകിട്ട്, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, ജൂനിയർ മാൻഡ്രേക്ക്, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, ഒരു യാത്രാമൊഴി, ഭൂതക്കണ്ണാടി, കളിയൂഞ്ഞാൽ, കളിയാട്ടം, സൂപ്പർമാൻ, ഗുരു തുടങ്ങിയ നിരവധി ചിത്രങ്ങളാണ് ആ വർഷം മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ 1997 മലയാളത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിയത് ആറാം തമ്പുരാനായിരുന്നു. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആറാം തമ്പുരാൻ 1997 ഡിസംബർ 25 തിയേറ്ററുകളിലെത്തിയത്. മോഹൻലാൽ ആയിരുന്നു ചിത്രത്തിലെ നായകവേഷത്തിലെത്തിയത്. കൂടാതെ മഞ്ജു വാര്യർ, നരേന്ദ്രപ്രസാദ്, സായ് കുമാർ, ഒടുവിലുണ്ണികൃഷ്ണൻ, പ്രിയാരാമൻ, ജഗന്നാഥവർമ്മ, ശ്രീവിദ്യ, മണിയമ്പിള്ള രാജു, കുഞ്ചൻ, കലാഭവൻ മണി, ശങ്കരാടി, കൊച്ചിൻ ഖനീഫ തുടങ്ങിയ നീണ്ട താരനിര അണിനിരന്ന ആറാം തമ്പുരാൻ 1997 ഇയർ ടോപ്പർ ഹിറ്റായി മാറി. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി നോക്കുന്നത് 1998 മലയാളത്തിലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ മൂവി ഏതാണെന്നുള്ളതാണ്. നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾ പിറന്ന വർഷമായിരുന്നു 1998. ഹരികൃഷ്ണൻസ്, സമ്മർ ഇൻ ബത്ലഹേം, പഞ്ചാബി ഹൗസ്, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, മാട്ടുപ്പെട്ടി മച്ചാൻ, കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ, ചിന്താവിഷ്ടയായ ശ്യാമള, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, കന്മദം, മീനത്തിൽ താലികെട്ട്, മയിൽപ്പീലിക്കാവ്, സുന്ദരകില്ലാടി, ദി ട്രൂത്ത് തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചിത്രങ്ങളായിരുന്നു 1998 റിലീസ് ചെയ്തത്. എന്നാൽ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറിയത് ഹരികൃഷ്ണൻസ് ആയിരുന്നു. ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് പ്രണവം ആർട്സിന്റെ ബാനറിൽ സുചിത്ര മോഹൻലാൽ ആയിരുന്നു നിർമ്മിച്ചത്.
ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരായിരുന്നു. കൂടാതെ കുഞ്ചാക്കോ ബോബൻ, ജൂഹി ചൗള, ഇന്നസെന്റ്, നെടുമുടി വേണു, പൂജപ്പുര രവി, ജഗദീഷ്, കൊച്ചിൻ ഹനീഫ, മണിയമ്പിള്ള രാജു തുടങ്ങിയ നീണ്ട താരനിര അണിനിരന്ന ഹരികൃഷ്ണൻസ് 1998 മലയാളത്തിലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയിരുന്നു. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ അടുത്തതായി നോക്കുന്നത് 1999 മലയാള സിനിമയിലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറിയ മൂവി ഏതാണെന്നുള്ളതാണ്. നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾ പിറന്ന വർഷമായിരുന്നു 1999. ഫ്രണ്ട്സ്, പത്രം, നിറം, വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ആകാശഗംഗ, ഇൻഡിപെൻഡൻസ്, പട്ടാഭിഷേകം, തച്ചിലേടത്ത ചുണ്ടൻ, ഉസ്താദ്, വാഴുന്നോർ, ഇംഗ്ലീഷ് മീഡിയം, ക്രൈം ഫയൽ, ഉദയപുരം സുൽത്താൻ, ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, പ്രേം പൂജാരി, ചന്ദാമാമ, മേഘം, എഴുപുന്നത്തരകൻ, FIR, വാനപ്രസ്ഥം, മൈ ഡിയർ കരടി തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങളായിരുന്നു 1999 റിലീസിനെത്തിയത്. എന്നാൽ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറിയത് ഫ്രണ്ട്സ് ആയിരുന്നു. സിദ്ദിഖ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഫ്രണ്ട്സിൽ ജയറാം ആയിരുന്നു നായകനായി എത്തിയത്. കൂടാതെ മുകേഷ്, ശ്രീനിവാസൻ, ദിവ്യ ഉണ്ണി, ജഗതി ശ്രീകുമാർ, മീന, കൊച്ചിൻ ഹനീഫ, സുകുമാരി, ജനാർദ്ദനൻ, ശ്രീരാമൻ, TP മാധവൻ, മച്ചാൻ വർഗീസ് തുടങ്ങിയ നീണ്ട താരനിരയാണ് അണിനിരന്നത്. 1999 ഏപ്രിൽ 12 റിലീസ് ചെയ്ത ഫ്രണ്ട്സ് ആ വർഷത്തെ മലയാളത്തിലെ ഇയർ ടോപ്പർ ഹിറ്റായി മാറി. ആ വർഷം ഇറങ്ങിയതിൽ മറ്റൊരു വൻ വിജയം നേടിയ ചിത്രമായിരുന്നു സുരേഷ് ഗോപി നായകനായെത്തിയ പത്രം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. 1990 കാലഘട്ടത്തിൽ ഇറങ്ങിയ മലയാള സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാനറിയെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.